സ്വാഗതം. സ്വന്തം അറിവ് യൂട്യൂബിലൂടെ പങ്കുവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾക്കൊരു സംശയം: സ്വന്തം പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണോ, അതോ വേറെന്തെങ്കിലും പേരിൽ തുടങ്ങണോ എന്നുള്ളത്. ഇത് പ്രധാനമായിട്ടും എൻ്റെ വിദ്യാർത്ഥികളാണ് എന്നോട് ചോദിക്കാറുള്ളത്. കാരണം എന്തെന്നാൽ ഞാൻ ടാരോ അബണ്ടൻസ് കോച്ചാണ്. കഴിഞ്ഞ 9 മാസത്തിനിടയിൽ ഞാൻ 300-ലധികം പേരെ ടാരോ പഠിപ്പിക്കുകയും അതിൽ 70ഓളം പേര് പ്രൊഫഷണൽ ടാരോ കാർഡ് റീഡേഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ 70 പേരും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. കാരണം യൂട്യൂബിലൂടെയാണ് അവർ ആളുകളെ റീച്ച് ഔട്ട് ചെയ്യുന്നു, വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു അറിവ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് സ്വന്തം പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴുള്ള ഗുണം, ദോഷം, അതേപോലെ മറ്റൊരു പേരിൽ തുടങ്ങുമ്പോഴുള്ള ഗുണം, ദോഷം, ഇതാണ് ഈ വീഡിയോയിൽ. അവസാനം വരെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വാല്യുബിൾ ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ അലോ മീ ടു ഷെയർ മൈ സ്ക്രീൻ. ആറ് ആറ് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം, സ്വന്തം പേരിൽ തുടങ്ങിയാലുള്ള ഗുണം എന്താണ്, അതിന്റെ എന്താ പറയുക, ദോഷം എന്താണെന്ന് പറഞ്ഞ് തുടങ്ങാം. ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത്, എപ്പോഴും സ്വന്തം പേരിൽ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആളുകൾക്ക് നമുക്കൊരു ഒത്തന്റിസിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് എനിക്ക് തന്നെ 2 ചാനലുണ്ട്. ഒന്ന് എൻ്റെ റിയൽ നെയിമിൽ പ്രദീപ് ഹരിഹരൻ എന്ന പേരിൽ. പക്ഷെ അതിൽ ഞാൻ ഡിഗ്രി മുതൽ MA വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഇംഗ്ലീഷ് കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ചാനൽ നിങ്ങൾ കണ്ടറിയാൻ പറ്റും, യൂണിവേഴ്സ് വിസ്ഡം ഹബ്, തികച്ചും വേറൊരു പേരിലാണ്. ഞാനത് ചെയ്യാൻ കാര്യം വെച്ചാൽ, ഓൾറെഡി എനിക്കൊരു പേരിൽ ചാനലുണ്ട്. അതിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ കുറെ കോണ്ടന്റ് ഉണ്ട്. അത് കുറച്ച് പഴയ ചാനലുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു പേഴ്സണൽ ഇതിൽ തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ആളുകൾക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഒരു പേരിനോട് കണക്ട് ചെയ്യുന്ന പോലെ, എന്താ പറയുക, നമ്മൾ വേറൊരു പേര്, ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു ചാനലിനോട് വ്യക്തികൾ കണക്ട് ആവില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ, എസ്പെഷ്യലി ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ, ചിലപ്പോൾ ആളുകളെ തിരിച്ചറിയാറുണ്ട് കുട്ടികൾ. അപ്പോൾ അവർ വന്നിട്ട് സാർ എന്ന് പറഞ്ഞ് പേര് വിളിച്ച് മിണ്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെയാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ തിരിച്ചറിയാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം പേരിൽ തുടങ്ങുന്നത് വളരെ ഗുണകരമായിരിക്കും. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോങ് ടേം, നമ്മളൊരു 5-10 വർഷമൊക്കെ യൂട്യൂബിൽ നമ്മുടെ അറിവ് മാത്രമല്ല, നമ്മളൊരു വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമില്ലാതെ നമ്മുടെ നോളജ്, എസ്പെഷ്യലി 40 വയസ്സൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് അറിവ് നേടിയിട്ടുണ്ടാവും. അറിവ് എന്ന് പറയുന്നത് അനുഭവത്തിലൂടെയുള്ള അറിവ്. ആ അറിവാണ് ഇന്നത്തെ ആളുകൾക്ക് വേണ്ടത്. പുസ്തകങ്ങളിലുള്ള അറിവ് നമുക്ക് ഇന്നിപ്പോൾ ഗൂഗിൾ കഴിഞ്ഞപ്പോൾ ChatGPT വന്നു. പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യാൻ അത് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സ്വന്തം ഐഡന്റിറ്റി ആളുകൾ അറിയുന്നതിൽ കുഴപ്പമില്ല. ആളുകളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം പേരാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എന്താ ഉദാഹരണത്തിന് സോപ്പ് നിർമ്മിച്ച് വിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ആൾ, ഇങ്ങനെയൊക്കെ വ്യക്തിയാണെങ്കിൽ സ്വന്തം പേരാണ് എപ്പോഴും കുറെ കൂടി കണക്ട് ആവാൻ നല്ലത്. കാര്യം, ചില ആളുകൾ മൊബൈലിൽ നിങ്ങളുടെ പേര് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ട്രൂ കോളർ അത് ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ലോങ് ടേമിൽ നമുക്ക് വളരെ ഗുണകരമായിട്ടൊരു സംഭവമാണ് സ്വന്തം പേര് എന്ന് പറയുന്നത്. ഇത് ബ്രാൻഡായിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിലാണ്. ഇപ്പോൾ എൻ്റെ പേര് പ്രദീപ് ഹരിയിൽ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. അത് എൻ്റെ അറിവ് പങ്കുവയ്ക്കാനുള്ള ഒരു ചാനൽ മാത്രമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, പേര് തന്നെയാണ് നല്ലതെന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു കേരള കോണ്ടെക്സ്റ്റിൽ പൊതുവെ പേരുകളെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. കാര്യം വെച്ചാൽ, ഞാൻ ഈ പ്രദീപ് ഹരിഹരൻ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ വേറൊരു ചാനൽ തുടങ്ങിയിരുന്നു. അത് വേറൊരു പേരിലാണ് തുടങ്ങിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരേ കോണ്ടന്റ് ഇട്ടിട്ട് പോലും ആ ചാനൽ ഒരേ വെച്ചാൽ ഏകദേശം ഒരേപോലെ ഇട്ടിട്ട് മറ്റേ ചാനൽ എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. അതിൽ 675 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ മറ്റേ എൻ്റെ ശരിക്കുള്ള പേരിൽ ഓൾമോസ്റ്റ് 12,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള, ആളുകൾക്ക് ഒരു പേരുമായിട്ട് റെസനേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണുള്ളത്. മാത്രമല്ല, പേരാകുമ്പോൾ നമുക്കത് എന്താ പറയുക, എന്നും നമ്മുടെ കാലം നിൽക്കും. ആർക്കും ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ പേരല്ലാതെ മറ്റൊരു പേര്, ഇപ്പൊ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണം ആഗ്രഹമില്ല, നമ്മൾ മുഖം കാണിക്കാതെയാണ് ചാനൽ ഇതാക്കുന്നത്, നമ്മൾ മറ്റു കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു പേര് കണ്ടുപിടിക്കാൻ നല്ലത്. നമ്മളത് ഇപ്പോൾ ടാരോയിലാണെങ്കിൽ നമ്മളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേരാണ് കണ്ടുപിടിക്കാൻ പറയാറ്. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കത് SEO ഫ്രണ്ട്ലി ആക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ എല്ലാ സ്റ്റുഡൻസും ടാരോയുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇതിൽ ടാരോ എന്നൊരു വാക്ക് ഉണ്ടാവും. അതിന് കാരണം എന്തെന്നാൽ, ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട്. പക്ഷേ നമ്മൾ ഈ സിനിമാ നടന്മാരൊക്കെ കണ്ടിട്ടില്ലേ, അവർ വേറൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അവർ ആ റോളിലേക്ക് മാറും. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുന്ന ആൾ, അല്ലെങ്കിൽ ജഡ്ജായിട്ട് അഭിനയിക്കുമ്പോൾ അവർ ആ വ്യക്തിത്വത്തിന് അനുസരിച്ച് അവരുടെ സ്വഭാവം മാറ്റും. അതേപോലെ നമുക്കൊരു പേര് നമുക്ക് ഇഷ്ടമുള്ളതൊരു ചാനലിൽ ഇടുകയാണെങ്കിൽ അവിടെ നമുക്കൊരു വ്യക്തിത്വം ആ ഒരു ചാനലിന് വേണ്ടിയും
അതേപോലെ വ്യക്തി ജീവിതത്തിൽ വേറൊരു വ്യക്തിത്വം, അങ്ങനെ രണ്ടെണ്ണം കാണിക്കാൻ പറ്റും എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ഏത് ഫീൽഡിലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചെയ്യുന്ന ഫീൽഡിന്റെ ആ ഒരു പേര് കൂടി അതിൽ വരികയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി മാത്രമല്ല, നമ്മുടെ പ്രൈവസി, സ്വകാര്യത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, എസ്പെഷ്യലി ചിലപ്പോൾ നമ്മൾ ചില ചാനൽ കോണ്ടന്റ് ഒക്കെ ഇട്ട ആളുകൾ ട്രോൾ ചെയ്യാനും മീമും ഒക്കെ ഇടാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇന്നിപ്പോൾ ഒരു ട്രോളിന്റെ ഒരു കാലഘട്ടമാണ്. ഇത് വളരെയധികം ആളുകൾ പേടിക്കുന്നുണ്ട്. പക്ഷെ ടാരോയിൽ അങ്ങനെ ട്രോൾ ചെയ്ത് കണ്ടിട്ടില്ല, അതിനുള്ള സ്കോപ്പുമില്ല. കാരണം നമ്മൾ ടാരോ റീഡിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷെ ചില ചാനലുകളിലൊക്കെ എസ്പെഷ്യലി നമ്മുടെ സ്കിൽസ് ഒക്കെ വല്ല പാട്ട് പാടുകയോ പടം വരയ്ക്കുകയോ ചെയ്യുമ്പോൾ വളരെ വളരെ എന്താ പറയുക, മോശം രീതിയിൽ ട്രോൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്വന്തം പേരല്ലെങ്കിൽ വളരെ നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ട്രോളാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ മാത്രമല്ല, ചിലവർക്ക് കുടുംബത്തിൽ ചാനൽ അറിയുന്നത് പേടിയുണ്ടാവും. അപ്പോൾ മുഖം കാണിക്കാതെയൊക്കെയാണ് ചാനൽ ചെയ്യുന്നതെങ്കിൽ സ്വന്തം പേര് ഒഴിവാക്കുന്നതാണ് നല്ലത്. എസ്പെഷ്യലി കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സ് കളിയാക്കും എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ വേറൊരു പേര് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കേട്ടിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മാത്രമല്ല, ചാനലിന്റെ പേര് മാറ്റാൻ 14 ദിവസത്തിലേക്ക് യൂട്യൂബിൽ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പേരിട്ടു, ആദ്യം എന്താ പറയുക, ഇപ്പം ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്, അവർ ആദ്യം ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇട്ടിരുന്നത്. പിന്നെ അവരിപ്പോൾ ബേക്കിംഗ് ബിസിനസ്സിലേക്ക് മാറി. അപ്പോൾ നാച്ചുറലി എന്താ വെച്ച് കഴിഞ്ഞാൽ അതേ ചാനൽ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്, പക്ഷേ അവർ ആ പേര് അതിനനുസരിച്ച് മാറ്റി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക, അതേസമയം നമ്മുടെ പേര് നമുക്ക് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, വ്യക്തി ജീവിതത്തിൽ സ്ക്രീനിന്റെ പുറത്ത് വരുന്ന കുഴപ്പമില്ല, മുഖം കാണിച്ചാണ് ചെയ്യുന്നതെങ്കിൽ സ്വന്തം പേരിടുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല, മുഖം കാണിക്കാത്ത ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു പേരിൽ ചെയ്താൽ ഇതുണ്ട്. ഇതിന് രണ്ടിനും ഗുണവും ദോഷമുണ്ട്. ആളുകളുമായിട്ട് ഒരു ബന്ധം, കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുഖം കാണിക്കാൻ തയ്യാറാണ്, ഭയമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം പേര് തന്നെയാണ് നല്ലത്. അതല്ല, മുഖം കാണിക്കേണ്ട, ഇപ്പം എല്ലാ ചാനലിലും മുഖം കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗാർഡനിങ്, കുക്കിംഗ്, ബേക്കിംഗ് എന്നൊക്കെ പറയുന്നതിലൊന്നും നമ്മൾ മുഖം കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേരിടുകയും നല്ലൊരു പേരിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.